ഹലോ നല്ല നമസ്കാരം. റെഡി ഓർ നോട്ട് ടു ഹിയർ ഐ കം. ഒരു ഒരു പക്ഷേ ഈ സിനിമയുടെ ഫസ്റ്റ് പാർട്ട് നെറ്റ്ഫ്ലിക്സിലും ഉണ്ട്, അതോടൊപ്പം തന്നെ ഹോട്ട്സ്റ്റാറിലും ഉണ്ട്. അത് കണ്ടിട്ട് ഈ സെക്കൻഡ് പാർട്ട് കണ്ടു കഴിഞ്ഞാൽ സ്വല്പം കൂടി പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ 2019 ഇറങ്ങിയിട്ടുള്ള ആ സിനിമ കണ്ടാൽ ഈ സിനിമ പെട്ടെന്ന് തന്നെ ഇത് ആകും എന്നതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ആദ്യ സിനിമയുടെ സംഭവങ്ങൾ അവസാനിക്കുന്നിടത്തു നിന്നാണ് ഈ സിനിമയുടെ രണ്ടാം ഭാഗം ആരംഭിക്കുന്നത്. തൻ്റെ മുൻപത്തെ ഇൻലോസ് ആയിട്ടുള്ള ലാമോസ് കുടുംബവുമായിട്ടുള്ള ആ ഒരു കളിയിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ട ഗ്രേസിനെ ഈ സിനിമയിൽ പുതിയൊരു വെല്ലുവിളിയാണ് കാത്തിരിക്കുന്നത്. ഇത്തവണ ലോകം ഭരിക്കുന്ന ഒരു നിഗൂഢമായിട്ടുള്ള ഒരു പിശാജ് ആരാധന കൗൺസിലിൻ്റെ ഭാഗമാക്കാൻ മത്സരിക്കുന്ന 4 വമ്പൻ കുടുംബങ്ങളെയാണ് ഗ്രേസ് പോരാടേണ്ടത്. അബദ്ധവശാൽ ഈ ഒളിച്ചു കളിയിൽ പെട്ടുപോകുന്ന തൻ്റെ സഹോദരി ഫെയ്ത്തിനെയും ഗ്രേസിനെയും രക്ഷിക്കേണ്ടതുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയുടെ ആക്ഷൻ സീക്വൻസ് ഒക്കെ ഒരുപക്ഷെ ജോൺ വീക്കും അതോടൊപ്പം തന്നെ മിഡ് നൈറ്റ് റണ്ണും ആ ഒരു സിനിമയുടെയൊക്കെ ഒരു ഇൻസ്പിറേഷൻ ഇതിൽ ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ ആദ്യം തന്നെ നമുക്ക് തോന്നുന്ന ഒരു വലിയൊരു കാര്യം. അല്ലെങ്കിൽ ഒരു സർപ്രൈസ് എലമെൻറ്റ്, അല്ലെങ്കിൽ ആ ത്രില്ലർ മൂമെൻറ്റ്, അല്ലെങ്കിൽ ആ ഒരു സീക്വൻസ് ഒക്കെ വളരെ ഗംഭീരമായിട്ട് തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൗൺസിലിൻ്റെ നിയമങ്ങളും അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ചെയ്ത് കാണിച്ചു തരാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പെർഫോമൻസ് നോക്കുമ്പോൾ സമര വിവിങ് എന്ന് പറയുന്ന ആ ഒരു ഗ്രേസിൻ്റെ ആ ഒരു ക്യാരക്ടർ ഒരു സ്ക്രീൻ ക്യൂൻ എന്ന നിലയിൽ തൻ്റെ സ്ഥാനം അങ്ങ് ഉറപ്പിക്കുകയാണ്. ഗ്രേസിൻ്റെ ആ ഒരു ദേഷ്യവും ആവേശവും മനോഹരമായിട്ട് ആവിഷ്കരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കാതറിൻ ന്യൂട്ടൻ്റെ ഗ്രേസിൻ്റെ സഹോദരിയായിട്ട് എത്തുന്ന കാതറിൻ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഇരുവരും തമ്മിലുള്ള ആ ഒരു സംഭാഷണങ്ങളും അതോടൊപ്പം തന്നെ സിസ്റ്റർ ബോണ്ടിങ്ങും സിനിമയുടെ ഒരു വലിയൊരു ഗംഭീരമായിട്ടുള്ള ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതോടൊപ്പം തന്നെ വക്കീൽ വേഷത്തിലെത്തുന്ന നമ്മുടെ എലിജ വുഡ് ആ സിനിമ ആ ഒരു കഥാപാത്രവും നല്ല രീതിയിൽ ഗംഭീരമായിട്ടുള്ള ഒരു ഇത് കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മിഷൽ, പിന്നെ സാറ മിഷൽ, പുള്ളിക്കാരിയും വളരെ ഗംഭീരമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹൊററും കോമഡിയും വളരെ സമമായി ചേർത്തുകൊണ്ട് നല്ല രീതിയിൽ റേഡിയോ ലൈൻസും പിന്നെ നമ്മുടെ ടീമും ഒക്കെ നന്നായിട്ട് തന്നെ വിജയിപ്പിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആദ്യ ഭാഗത്തിലെ ഗ്രേസിൻ്റെ ആ ഒരു ബ്ലഡ്, ആ ഒരു പുരണ്ട ഒരു വിവാഹ വസ്ത്രം സിനിമയിലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗംഭീര അനുഭവം എന്ന് പറയാം. അതോടൊപ്പം തന്നെ ഒരു ബോൾഡ് റൂമിൻ്റെ ഉള്ളിലെ ആ ഗ്രേസും മാജയും തമ്മിലുള്ള ആ ഒരു നടക്കുന്ന ആ പോരാട്ടം സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അത് തന്നെയാണ്. ബോണി ടൈലറിൻ്റെ ടോട്ടൽ എലിമെൻറ്റ്സ് ഓഫ് ഹാർട്ട് എന്ന് പറയുന്ന ആ പാട്ടിൻ്റെ പശ്ചാത്തലമാണ് ആ ഫൈറ്റിൻ്റെ സമയത്ത് കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ചങ്ങലയിൽ അകപ്പെട്ടു പോകുന്ന ആ സഹോദരിമാർ, സിനിമയിലെ ഗ്രേസും ഫെയ്ത്തും കൂടി ഒരുമിച്ച് ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടിട്ടും അവർ കിടന്ന് പോരാടി അങ്ങ് ഇത് ചെയ്യുന്ന ആ ഒരു രംഗങ്ങൾ കൂടുതൽ ഗംഭീരമാക്കി ആക്ഷൻ സീക്വൻസിൽ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു പുതുമ കൊണ്ടുവരാൻ ഇതിന് സഹായിക്കുന്നുണ്ട്. നല്ല ഗംഭീരമായിട്ട് എനിക്ക് തോന്നി ആ വയലൻസ് രംഗങ്ങൾ ഗംഭീരം. അതോടൊപ്പം തന്നെ ഒരു ബ്ലഡ് കാനോൺ ആ ഒരു രീതിയിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു ബ്ലഡിൻ്റെ ഒരു അയ്യര് കളിയാണ്. അതോടൊപ്പം തന്നെ സ്റ്റണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന രീതിയും നല്ല ഗംഭീരമായിട്ടാണ് എനിക്ക് തോന്നിയത്. സിനിമയുടെ ആക്ഷൻ രംഗങ്ങളിൽ കൂടുതൽ യാഥാർത്ഥ്യ ബോധമുള്ള നാച്ചുറലായിട്ട് കാണിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് സിനിമയുടെ ആ ഒരു ഓവറായിട്ടുള്ള ഒരു റൂൾസ് ഉണ്ടല്ലോ, കൗൺസിലിൻ്റെ പുതിയ നിയമങ്ങൾ, അതോടൊപ്പം തന്നെ അതിൻ്റെ സബ് റൂൾസ്, അങ്ങനെയുള്ള സാധനങ്ങൾ ഒരുപാട് ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ട്. കാര്യം വെച്ചാൽ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിയാത്തത് കൊണ്ട് അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ടോൺ മാറ്റം ഉണ്ടല്ലോ, ചില ഫൈറ്റ് സീനുകളിൽ വളരെ ഗംഭീരമായിട്ട് കോമഡി എലമെൻറ്റ് ചേർത്തിട്ടുണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളിലാണെങ്കിൽ ഒരുപാട് വയലൻസ് ആയിപ്പോയി. ആദ്യ ഭാഗമുള്ളതുമായിട്ട് ഇപ്പോൾ നമ്മൾക്ക് ഇതിനെ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഇതിലൊരു ഫ്രഷ്നെസ് കിട്ടുന്നില്ല. കാരണം ഫസ്റ്റ് പാർട്ട് ഞാൻ ഈ റീസെൻ്റ്ലിയാണ് ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കണ്ടത്. അതുകൊണ്ടാണ് എനിക്ക് ആ ഒരു ഫ്രഷ്നെസ് തോന്നാത്തത്. എനിക്ക് എന്തായിരുന്നാലും ഇത് റെഡി ഫോർ നോട്ട് ടു ഒരു ആക്ഷൻ കോമഡി ഇഷ്ടപ്പെടുന്നവർക്ക് ഗംഭീരമായിട്ട് ഉള്ള ഒരു സാധനമായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് തോന്നുന്നത് ഒരു 10ൽ 7 മാർക്ക് അല്ലെങ്കിൽ 7.5 മാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഹൊറർ എലമെൻ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എന്നത് ഉറപ്പാണ്.
കാണുക. ഒരു കിടിലം സാധനം. എനിക്ക് ഇതിൻ്റെ ആക്ഷൻ ആണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത്. എന്തായിരുന്നാലും അതിൻ്റെ പ്രീമിയർ ഷോ ആയിരുന്നു ഇന്ന് നടന്നത്. നാളെ തിയേറ്ററുകളിൽ എത്തുന്നുണ്ട്. കാണാൻ കഴിയുന്നവർ കാണുക. പിന്നെ 18 വയസ്സിന് മുകളിലുള്ളവർ മാത്രം പോയി കാണുക. കാരണം കുട്ടികളുമായിട്ടൊന്നും പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയല്ല എന്നുള്ളതാണ്. കാരണം അത്രയ്ക്കും രക്തക്കുളമാണ്. ഓക്കെ, താങ്ക് യു.